എല്ലാവർക്കും നമസ്കാരം. ക്രിസ്ത്യാനികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വസ്ത്രധാരണത്തിന് ഭയങ്കര പ്രാധാന്യമാണല്ലേ. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുവാനായിട്ടിടയായി. അത് നമ്മുടെ അനിൽ കൊടിത്തോട്ടം, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോയാണ്. അദ്ദേഹം ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കണ്ടു. അദ്ദേഹത്തെ ആരാണ്ടൊക്കെ ചേർന്ന് അദ്ദേഹം ബിഷപ്പായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ നോക്കിയിട്ട് അദ്ദേഹം ബിഷപ്പായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആരൊക്കെ വിമർശിച്ചു. അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു, ഇതൊക്കെ മൈൻഡ് ചെയ്ത് ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത് എന്ന് ഒരു നിമിഷം എനിക്കൊന്ന് തോന്നി. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ എനിക്ക് തോന്നി. കാരണം അദ്ദേഹം ഒത്തിരി ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഒത്തിരി സംവാദങ്ങളിൽ ഏർപ്പെടുകയും അദ്ദേഹത്തെ ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ വീക്ഷിക്കുന്നതുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെയാണല്ലേ, നമ്മൾ മറ്റൊരാളെ അവരുടെ ഡ്രസ്സിങ് കൊണ്ട് വിധിക്കുവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒരു പരിധിവരെയൊക്കെ നല്ല ഡ്രസ്സിങ്, നല്ലൊരു മാന്യതയുള്ള ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് ദൈവം നമ്മൾക്ക് തന്ന വിസ്ഡമാണ്. അത് നമ്മൾ ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ എല്ലാത്തിനും ഓരോ ഡ്രസ്സിങ്ങിനും നമ്മൾ നമ്മൾ അവരെ കുറ്റം വിധിക്കുന്നതിനോട് അത്ര യോജിപ്പില്ല. ഇനി അടുത്ത ഒരു കൂട്ടരാണ് തലയിൽ തുണിയിട്ട് പ്രാർത്ഥിക്കണം. തലയിൽ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്തെങ്കിലും ഒന്ന് പറയുവാൻ, ദൈവികമായ എന്തെങ്കിലും ഒന്ന് പറയുവാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഉടനെ വേറെ എവിടെയുമല്ല, യൂട്യൂബിൻ്റെ മുൻപിലാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യണം? തലയിൽ തുണി ഇടണം, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് കുറേ പേരുടെ കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. ആക്ച്വലി തലയിൽ തുണി ഇടണം എന്ന ദൈവത്തിൻ്റെ വചനം 1 കൊരിന്ത്യൻസ് അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ്? സ്ത്രീ പ്രാർത്ഥിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും തലയിൽ തുണി ഇടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, അവരെങ്ങോട്ട് പോകുമ്പോൾ, ചർച്ചിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചർച്ചിനകത്ത് നമ്മൾ എന്തിടണം? നമ്മൾ തലയിൽ തുണി ഇടണം എന്നുള്ളത് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യമായ കാര്യം തന്നെയാണ്. നമ്മളത് ചെയ്യണം. ഇനി പ്രവചിക്കുക, നമ്മൾ വേറെ എവിടെയെങ്കിലും, നമ്മുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് എവിടെയൊക്കെ മുട്ടുമടക്കുന്നു അവിടെയൊക്കെ നമ്മളുടെ തലയിൽ എന്തുണ്ടാകണം? നമ്മൾ തുണി ഇടണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇനി അതുകൂടാതെ പ്രവചിക്കുന്നവരും എന്തുണ്ടാകണം? തലയിൽ തുണി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ് അല്ലേ, ഇപ്പം നമ്മൾ ബസ്സിൽ, കാറിൽ അല്ലെങ്കിൽ 2 വീലറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണമെന്ന് പലപ്പോഴും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾക്ക് ഈ തലയിൽ തുണി ഇടുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല, പ്രാർത്ഥന കേൾക്കും അല്ലേ. അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ എല്ലാ സാഹചര്യങ്ങളിലും അത് ആപ്ലിക്കബിൾ ആകണം എന്നല്ല. ചർച്ചിൽ പോകുമ്പോൾ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമാണ്. അവിടെ നമ്മൾ നിർബന്ധമായും എന്തിടണം? തലയിൽ തുണിയിടണം. അതുപോലെ പ്രവചിക്കുമ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ തലയിൽ തുണിയിടണം. അതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അതിനെ തന്നെ 2 വശങ്ങൾ പറയുന്നുണ്ട്. ഒരു കൂട്ടർ പറയുന്നുണ്ട് അതിൻ്റെ താഴോട്ട് പൗലോസ് അപ്പോസ്തലൻ എന്ന് വെച്ചാൽ ഈ വാഗ്വാദങ്ങളെ അതിനെ ഭേദിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞത്. പ്രകൃതി തന്നെ നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് സ്ത്രീക്ക് മുടി ഉണ്ടെങ്കിൽ അവർ മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നു. അത് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മൂടുപടം ഇടരുത് എന്നല്ല ആ വാചകത്തിൻ്റെ അർത്ഥം. അത് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് വേർഷനിൽ പോയാലും നമ്മൾക്കതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാകും. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ അതിനെ പിടിച്ച് 2 കൂട്ടർ ഇങ്ങനെ വടംവലി നടത്തുകയാണ്. ഒരു കൂട്ടർ പറയും തലയിൽ തുണി ഇടണം, ഒരു കൂട്ടർ പറയും തുണി ഇടണ്ടെന്ന്. എന്നാൽ വചനത്തിൽ മാറ്റമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥിക്കുമ്പോഴും പ്രവചിക്കുമ്പോഴും സ്ത്രീ എന്ത് ചെയ്യണം? തലയിൽ തുണി ഇടണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. നമ്മളെന്തെങ്കിലും മോട്ടിവേഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും യൂട്യൂബിൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പ്രവചിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും തുണിയിടണം. ഇനി അതല്ലാതെ തുണിയിടണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ വചനം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുമ്പോൾ ഇടണം. വചനത്തിൻ്റെ ഒരു നമ്മൾ വചന ശുശ്രൂഷ നടത്തുന്നവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ തലയിൽ തുണി ഇടണം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോയൊക്കെ പോലെയുള്ളത്, ഞാനൊക്കെ ചെയ്യുന്ന വീഡിയോ പോലെയുള്ളതിനകത്തൊന്നും തലയിൽ തുണി ഇടണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, അറിയാവുന്ന വചനം പറഞ്ഞു തരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പലപ്പോഴും ഒക്കെ പ്രവചനം പോലെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നിട്ട് മുൻപേ എന്നോട് ദൈവം സംസാരിച്ച കാര്യം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതാണ്.
അതൊക്കെയാണ് ഓക്കെ. അതൊന്നും നമ്മൾക്ക് ആരെയും ബോധ്യപ്പെടുത്തുവാനായിട്ട് പറ്റത്തില്ല. അങ്ങനത്തെ കമൻറ്റുകൾ കാണുമ്പം ഡിലീറ്റ് ആക്കി പോവുകയല്ലാതെ വേറെ അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ലാത്ത കാര്യം തന്നെയാണ്. കാരണം അവർക്ക് വചനത്തെക്കുറിച്ച് വലിയ അറിവില്ല. ചുമ്മാ ഈ വിമർശന ബുദ്ധിയുമായിട്ട് എഴുന്നേൽക്കുന്നവർക്കാണ് എന്താണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പിന്നെ ഇതിൽ ഞാൻ ഇന്നലെ ആ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് സജഷൻസ് വരും അല്ലേ. അങ്ങനെ ഒരു സജഷൻസ് വന്നപ്പോൾ ഒരു വീഡിയോ അദ്ദേഹം എവിടെ, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ എവിടെയോ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷം മുൻപേ ഒക്കെ അദ്ദേഹം പ്രസംഗിച്ചതാണെന്ന് തോന്നും. അപ്പോൾ അദ്ദേഹം അതിനകത്ത് അതിൻ്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു, ചിരിപ്പിച്ച് മനുഷ്യന്മാരെ ചിരിപ്പിച്ച് ഒരു ശക്തമായ ദൂത് പറഞ്ഞ ദേവദാസൻ എന്ന് അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴാണ് ഞാനത് ഓപ്പൺ ചെയ്ത് ഞാനത് കേട്ടത്. അപ്പോൾ സത്യമാണ്, അദ്ദേഹം നർമ്മത്തിൽ ചാലിച്ച് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു തെറ്റും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റിയില്ല. എന്നാൽ ഞാൻ അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. കാരണം പലരും അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. എന്ന് വെച്ചാൽ സാധാരണ വിശ്വാസികൾ പോലും അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. അവർ പറയുകയാണ്, നമ്മൾ സഭയിൽ കയറിയിരിക്കുമ്പോൾ, നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ എന്തുണ്ടാകണം, നമ്മൾ ചിരിപ്പിക്കരുത്, നമ്മളിങ്ങനെ ബലം പിടിച്ച് തന്നെ ഇരുന്ന് സംസാരിക്കണം. പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ചിരിക്കരുത് എന്നുള്ള ഒരു അലിഖിത നിയമം, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തത് എവിടുന്നോ ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് അവിടെ കണ്ടത്. ഇനി ഞാൻ ഒരൊറ്റ എക്സാമ്പിളും കൂടെ പറയാം, ഒരൊറ്റ കാര്യം കൂടെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതാണ് ഈ ഒരുപാട് വിശുദ്ധി എന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അത് തുടരുത്, ഇത് തുടരുത്, അത് പിടിക്കരുത്, ഇത് പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അതിവിശുദ്ധി പറയുന്ന ഈ ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പക്ക ഉടായിപ്പും പക്ക കള്ളന്മാരുമായിരിക്കും. ഞാൻ പരിചയപ്പെട്ടിടത്തോളം അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ്. നല്ല ദേവദാസന്മാരും നല്ല അച്ഛന്മാരൊക്കെ നല്ലപോലെ വിശുദ്ധി പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരവരുടെ ജീവിതത്തിലും അത് തന്നെ പ്രാവർത്തികമാക്കുന്നവരുണ്ട്. ഞാൻ അവരെ അല്ല പറഞ്ഞ്, അല്ലാതെയുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഓവർ വിശുദ്ധി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീമുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ കയ്യിലുള്ള ടീമുകളായിരിക്കും. അവരാണ് ഓവർ വിശുദ്ധി പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, വിശുദ്ധി ഓരോ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ആ വിശുദ്ധി അല്ല ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കരുത്, നമ്മൾ എന്താ പറയുക, വചനം പറയുമ്പോൾ ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദേവദാസിനെയൊക്കെ ആ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം നർമ്മത്തിൽ ചാലിച്ചൊരു ഇത് പറയരുത് എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് ഇടുന്നില്ലേ, അങ്ങനത്തെ ടീമുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതിനെല്ലാത്തിനും അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബലിയെ കഴിഞ്ഞും കൂടുതൽ നിന്നിൽ എന്തുണ്ടാകണം, കരുണയുണ്ടാകണം എന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എത്ര വലിയ പ്രാർത്ഥനക്കാരും എത്ര വലിയ വചനപ്രസംഗകരും എത്ര വലിയ വിശുദ്ധി സൂക്ഷിക്കുന്നവരുമാണെങ്കിൽ നമ്മളിൽ കരുണയില്ല എങ്കിൽ എന്താണ്, അത് വെറും വ്യർത്ഥമാണ്. അല്ലെങ്കിൽ അതിൽ ദൈവം പ്രസാദിക്കത്തേ ഇല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തത് എന്താണ്, ബാഹ്യമായിട്ടുള്ള നമ്മളുടെ ഒരു എന്താ പറയുക, കറക്റ്റ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകണം. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. അതിനെക്കുറിച്ചൊക്കെ വലിയ ദേവദാസന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോടൊക്കെ 100% യോജിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ഒരാളെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒത്തിരി വലിയ വിശുദ്ധി പറയാൻ പോകുന്നതിന് മുൻപേ നമ്മളൊന്ന് ഓർക്കുക, നമ്മളുടെ ഉള്ളിലൊരു കരുണ, മറ്റുള്ളവരോടൊരു കരുണയുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരേണ്ടത് വളരെ ആവശ്യമാണ്. അതില്ല എങ്കിൽ ആ ഒരു കരുണ വളർത്തിയെടുക്കേണ്ടത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലേ. ദൈവത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് എന്ത്, കരുണ എന്ന് പറയുന്നത്. ദൈവം കരുണ തോന്നിയില്ലായിരുന്നു എങ്കിൽ നമ്മളൊന്നും ഇന്ന് ഈ ഭൂമുഖത്തുണ്ടാകത്തില്ല. രണ്ടാമത്തത്, നമ്മളൊന്നും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കത്തുമില്ല അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതും നമ്മളിന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നതും നമ്മളിന്ന് ദൈവത്തെ ആരാധിക്കുന്നതും. അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റണം. ദൈവമേ, അങ്ങയുടെ കരുണ എൻ്റെ മേലുണ്ടാകണം, ഒപ്പം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്നും പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ നമ്മൾക്കെല്ലാം ദൈവം തരട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.